ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അല്ലാഹുമ്മ ഗ്ഫിർ ലനാ വർഹംനാ വലിവാലിദീനാ വലിമശായിഖിനാ വലിമുസന്നിഫി ഹാദൽ കിതാബ്. അല്ലാഹുമ്മ അൻഫഅനാ ബിഉലൂമിഹി വഅസ്റാരിഹി യാ അർഹമർ റാഹിമീൻ. റിയാദുസ് സ്വാലിഹീൻ ഹദീസ് നമ്പർ 19. വഅൻ സിർർ ബിൻ ഹുബൈഷ് ഖാൽ, സിർർ ബിൻ ഹുബൈഷ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും നിവേദനം. ഖാല, സിർർ ബിൻ ഹുബൈഷ് എന്നവർ പറഞ്ഞു, അതൈതു സഫ്വാന ബിൻ അസ്സാലിൻ റളിയല്ലാഹു അൻഹു, ഞാൻ സഫ്വാൻ ബിൻ അസ്സാൽ റളിയല്ലാഹു അൻഹുവിൻ്റെ അരികിൽ ചെന്നു. സ്വഹാബി വര്യനായ സഫ്വാൻ ബിൻ അസ്സാലിൻ്റെ അരികിലേക്ക് ഞാൻ പോയി. അസ്അലുഹു അനിൽ മസ്ഇ അലൽ ഖുഫൈനി, അദ്ദേഹത്തിൻ്റെ അരികിൽ ഞാൻ ചെന്നതിൻ്റെ ഉദ്ദേശ്യം അദ്ദേഹത്തിനോട് ഖുഫ, 2 ഖുഫകളിൽ തടവുന്നതിൻ്റെ വിഷയത്തെക്കുറിച്ച് ചോദിക്കാനായിരുന്നു. അതിനെക്കുറിച്ച് എനിക്കുള്ള ഒരു സംശയം ചോദിക്കാനായിരുന്നു ഞാൻ സഫ്വാൻ ബിൻ അസ്സാലിൻ്റെ അരികിൽ പോയത്. ഫഖാല, സഫ്വാൻ ബിൻ അസ്സാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മാ ജാഅ ബിക യാ സിർ, എന്തിനാണ് സിർ നീ എൻ്റെ അരികിൽ വന്നത്? ഫഖുൽതു, അപ്പോൾ ഞാൻ പറഞ്ഞു, അതായത് സിർ ബിൻ ഹുബൈഷ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇബ്തിഗാ അൽ ഇൽമി, ഞാൻ വിജ്ഞാനം ആഗ്രഹിച്ചുകൊണ്ട് വന്നവനാണ്, ഇൽമ് കിട്ടാൻ വേണ്ടി പ്രതീക്ഷിച്ചുകൊണ്ട് വന്നവനാണ് എന്ന മറുപടി സിർ ബിൻ ഹുബൈഷ് എന്നവർ പറഞ്ഞപ്പോൾ സഫ്വാൻ ബിൻ അസ്സാൽ അതിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് പറയുന്നു. ഫഖാല, അവിടുന്ന് സഫ്വാൻ ബിൻ അസ്സാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്നൽ മലായികത തലഉ അജ്നിഹതഹാ ലിത്വാലിബിൽ ഇൽമ, നിശ്ചയം അള്ളാഹുവിൻ്റെ മലായികത്ത് അവരുടെ ചിറകുകൾ ഇൽമ് തേടിപ്പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അള്ളാഹുവിൻ്റെ മലായികത്തിൻ്റെ ചിറകുകൾ വിരിച്ചു നൽകും. ലിളംബിമായ തുലുബു, അവർ ആ അന്വേഷിക്കുന്ന പഠിക്കുന്ന ഇൽമിനോടുള്ള തൃപ്തി കൊണ്ട്. അത്രയും പരിശുദ്ധമായ വിജ്ഞാനം നുകരാൻ വേണ്ടി ആഗ്രഹിക്കുന്നവർക്കെല്ലാം മലായികത്തിൻ്റെ ചിറകുകൾ വിരിക്കുന്നു. ലിളംബിമായ തുലുബു, അവർ അന്വേഷിക്കുന്ന ഇൽമിനോടുള്ള അങ്ങേയറ്റത്തെ മഹത്വം കൊണ്ടും ആ ഇൽമിനോടുള്ള തൃപ്തി കൊണ്ടും. ഫഖുൽതു, എന്നിട്ട് ഞാൻ ചോദിച്ചു, ഇന്നഹു ഖദ് ഹക്ക ഫീ സ്വദരി അൽ മസ്ഹു അലൽ ഖുഫൈനി ബഅദൽ ഗായിത്തി വൽ ബൗലി, എൻ്റെ മനസ്സിൽ ഒരു ചെറിയ സംശയമുണ്ടായിരിക്കുന്നു. എന്തിനെ സംബന്ധിച്ച്? ബഅദൽ ഗായിത്തി വൽ ബൗലി, അൽ മസ്ഹു അലൽ ഖുഫൈനി ബഅദൽ ഗായിത്തി വൽ ബൗലി, മൂത്രം ഒഴിച്ചതിന് ശേഷവും മലമൂത്ര വിസർജനം ചെയ്തതിന് ശേഷവും ഖുഫ തടവിയാൽ മതിയല്ലോ. അപ്പോൾ മലമൂത്ര വിസർജനം ചെയ്ത് പിന്നീട് വുളൂ ചെയ്യാതെ, ഒരു പൂർണ്ണമായ ശുദ്ധീകരണം വരുത്താതെ, ഒരു റുഖ്സയായ ഒരു ഇളവായ ഖുഫ തടവുമ്പോൾ എനിക്കൊരു പോരായ്മ, അത് മതിയോ എന്ന ഒരു സംശയം എൻ്റെ മനസ്സിൽ മുളപൊട്ടി. വകുന്ത ഇംറഅൻ മിൻ അസ്ഹാബിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബിമാരിൽപ്പെട്ട ആളാണല്ലോ. ഫജിഅ്തു അസ്അലുക ഹൽ സമിഅതഹു യദ്കുറു ഫീ ദാലിക ഷൈഅൻ, അതുകൊണ്ട് ഞാൻ വന്നത് അസ്അലുക, നിങ്ങളോട് ചോദിക്കാൻ, ഹൽ സമിഅതഹു, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കേട്ടിട്ടുണ്ടോ? യദ്കുറു ഫീ ദാലിക ഷൈഅൻ, ഈ വിഷയത്തിൽ
ഗായിത്തിനും ബൗലിനും മലമൂത്ര വിസർജനം നടത്തിയതിന് ശേഷം ഖുഫ തടവുന്നതുമായി ബന്ധപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ വല്ല കാര്യങ്ങളും അങ്ങേക്ക് ഓർമ്മയുണ്ടോ? ഖാല, അവിടുന്ന് സഫ്വാൻ ഇബ്നു അസ്സാൽ എന്നവർ പറഞ്ഞു, നഅം, എനിക്ക് ഓർമ്മയുണ്ട്. കാന യഅ്മുറുന ഇദാ കുന്നാ സഫറൻ ഔ മുസാഫിരീൻ, ഞങ്ങൾ ഒരു യാത്രയിലായിരുന്നപ്പോൾ, അല്ലെങ്കിൽ ഔ മുസാഫിരീൻ, ഞങ്ങൾ യാത്രക്കാരായിരുന്നപ്പോൾ ഞങ്ങളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൽപ്പിക്കുമായിരുന്നു, അല്ലാ നൻസിഅ ഖിഫാഫന സലാസത അയ്യാമിൻ വലയാലിഹിന്ന ഇല്ലാ മിൻ ജനാബ. ഖുഫ, ഞങ്ങളുടെ യാത്രകളിൽ കൽപ്പിക്കുമായിരുന്നു ഞങ്ങളുടെ ഖുഫകൾ ഊരാതിരിക്കലിനെ 3 പകലും 3 രാത്രിയും ജനാബത്ത് കാരണം അല്ലാതെ മറ്റൊരു കാരണത്തിനു വേണ്ടിയും നിങ്ങൾ ഖുഫ ഊരേണ്ടതില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൽപ്പിക്കുമായിരുന്നു. ലാക്കിൻ മിൻ ഗായിത്തിൻ വബൗലിൻ വനൗമിൻ, ഉറക്കം, മലമൂത്ര വിസർജനം പോലോത്തതിൽ നിന്ന് അത്തരം കാര്യങ്ങൾ ചെയ്താലും നിങ്ങൾ ഖുഫ ഊരേണ്ടതില്ല, ജനാബത്ത് ഒഴികെ. ജനാബത്തുണ്ടായാൽ ഖുഫ ഊരി പിന്നീട് പരിപൂർണമായ വുളൂ ചെയ്ത് ഖുഫ ധരിക്കേണ്ടതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് എന്ന് ഈ സഫ്വാൻ ഇബ്നു അസ്സാൽ എന്ന സഹാബി വര്യൻ ഓർത്തെടുക്കുകയാണ്. അപ്പോൾ ഇസ്ലാമിൻ്റെ കർമ്മശാസ്ത്രത്തിലെ ഒരു നിയമമാണ് ഖുഫ തടവുന്നതുമായി ബന്ധപ്പെട്ട്. ഖുഫ യാത്രയിൽ, പ്രത്യേകിച്ചും അറേബ്യൻ നാടുകളിൽ വലിയ വിശാലവും വിപുലവുമായ യാത്രകൾ പോകുന്ന സമയത്ത്, ദൈർഘ്യമേറിയ യാത്രകൾ പോകുന്ന സമയത്ത് ഖുഫ ധരിച്ചുകൊണ്ട് യാത്ര ചെയ്യും. വലിയ മരുഭൂമികളിലൂടെയും ഉൾപ്രദേശങ്ങളിലൂടെയും ഒക്കെ പോകുമ്പോൾ അവർക്ക് ഖുഫ അവരുടെ ഒരു പ്രത്യേകമായി അവരുടെ ഒരു പതിവായിരുന്നു. അപ്പോൾ ആ ഖുഫ ധരിക്കുമ്പോൾ പരിപൂർണമായ ശുദ്ധിയോടുകൂടി ഖുഫ ധരിച്ചു കഴിഞ്ഞാൽ ജനാബത്ത് ഒഴികെ 3 ദിവസം പരിപൂർണമായും ഖുഫ ധരിച്ചുകൊണ്ട് തന്നെ, ജനാബത്തുണ്ടായാൽ ഒഴികെ ബാക്കിയുള്ള അശുദ്ധികൾ മുറിഞ്ഞാൽ പോലും ഖുഫ ഖുഫ തടവിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകാം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിച്ചതായി സഫ്വാൻ ഇബ്നു അസ്സാൽ റളിയല്ലാഹു അൻഹു ഓർത്തെടുക്കുകയാണ്. ഫഖുൽതു, പിന്നെ ഞാൻ ചോദിച്ചു, ഹൽ സമിഅതഹു യദ്കുറു ഫിൽ ഹവാ ഷൈഅൻ, ഹൽ സമിഅതഹു, നിങ്ങൾ കേട്ടിട്ടുണ്ടോ നബി തങ്ങളെ, യദ്കുറു ഫിൽ ഹവാ ഷൈഅൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹവയെക്കുറിച്ച് എന്തെങ്കിലും പറയുന്നതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കേട്ടിട്ടുണ്ടോ? അതായത് അൽ ഹുബ്, സ്നേഹത്തെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്തെങ്കിലും പറയുന്നത് കേട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഖാല, സഫ്വാൻ ഇബ്നു അസ്സാൽ എന്നവർ പറഞ്ഞു, നഅം, അതേ, ഞാൻ കേട്ടിട്ടുണ്ട്. കുന്നാ മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫീ സഫർ, ഞാൻ ഒരു യാത്രയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അനുഗമിച്ചപ്പോൾ ഫബൈന നഹ്നു ഇൻദഹു ഇദ് നാദാഹു അഅറാബിയ്യുൻ, ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിലായപ്പോൾ ഒരു അഅറാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിച്ചു. ബിസൗത്തിൻ ലഹു ജഹ്വരിയുൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അത്യുച്ചത്തിലാണ്, വലിയ ശബ്ദത്തോടു കൂടിയാണ് വിളിച്ചത്. യാ മുഹമ്മദ്, ഓ മുഹമ്മദേ എന്ന് അഅറാബിയായ മനുഷ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിച്ചപ്പോൾ ഫഅജാബഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നഹ്വൻ മിൻ സൗത്തി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ആ അഅറാബിക്ക് അതേ ശബ്ദത്തിൽ, ഏകദേശം അതേ ഉച്ചത്തിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറുപടി കൊടുക്കുകയും ചെയ്തു. ഹാ ഫഖുൽതു ലഹു, ഹാ ഇവിടെ വാ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ഉറക്കെ ഉച്ചത്തിൽ തന്നെ പറയുകയാണ്. അപ്പോൾ അഅറാബിയായ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഒരു കുഗ്രാമവാസിയായിരിക്കും. പൊതുവെ നഗരത്തിലേക്കോ മറ്റ് ജനങ്ങളുമായി സ്വാഭാവികമായ സമ്പർക്കമോ
മറ്റ് മനുഷ്യവ്യവഹാരങ്ങളോ ഒന്നും വേണ്ടത്ര ലഭിക്കാത്ത, കൾച്ചർ സംസ്കാരം വേണ്ടത്ര സ്വാധീനിച്ചിട്ടില്ലാത്ത ഒരു കുഗ്രാമവാസിയായ, ഇടപെടാൻ പ്രാകൃതമായ ശൈലിയിലുള്ള ഒരാൾ മുത്തുനബി തങ്ങളെ ഉറക്കെ വിളിച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അതേ ശബ്ദത്തിൽ അവിടത്തേക്ക് ആ അഅറാബിക്ക് നബി തങ്ങൾ മറുപടി കൊടുക്കുന്നു. ഫഖുൽതു ലഹു, അപ്പോൾ സഫ്വാൻ ബിൻ അസ്സാൽ പറയുകയാണ്, ഫഖുൽതു ലഹു, ഞാൻ ആ അഅറാബിയോട് പറഞ്ഞു, വൈഹക്, നിന്റെ നാശം, ഉഗ്ളുദ് മിൻ സൗതിക, നിന്റെ ശബ്ദമൊന്ന് താഴ്ത്തു, ഫഇന്നക ഇൻദൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിലല്ലേ, വഖദ് നുഹീതാൻ ഹാദാ, ഇതൊന്നും ചെയ്യാൻ പാടില്ലെന്ന് നിനക്കറിയില്ലേ, ഇതൊക്കെ വിരോധിക്കപ്പെട്ടതല്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിലുണ്ടാവുമ്പോൾ ഇത്ര ഉറക്കെ സംസാരിക്കാൻ പാടുണ്ടോ സഹോദരാ എന്ന് ഞാൻ അവനോട് ചോദിച്ചു. അപ്പോൾ പറഞ്ഞപ്പോൾ ഫഖാല, ആ അഅറാബി പറയുകയാണ്, വല്ലാഹി ലാ അഗ്ളുദ്, ഞാൻ ശബ്ദമൊന്നും ഉയർത്തൂല. ഖാലൽ അഅറാബിയു, അഅറാബി പറഞ്ഞു, ഫഖാല, അഅറാബി പറഞ്ഞു, വല്ലാഹി ലാ അഗ്ളുദ്, ഞാൻ എന്ത് ചെയ്യില്ല, ശബ്ദമൊന്നും ഉയർത്തൂല എന്ന അഅറാബി സഫ്വാൻ ബിൻ അസ്സാലിന് മറുപടി കൊടുത്തു. എന്നിട്ട് ഖാലൽ അഅറാബിയു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അഅറാബി ചോദിച്ചു, അൽ മർഉ, ഒരു മനുഷ്യൻ, യുഹിബ്ബുൽ ഖൗമ, അവൻ ഒരു സമൂഹത്തെ ഇഷ്ടപ്പെടുന്നു, വലമ്മാ യൽഹഖ് ബിഹിം, പക്ഷേ അവൻ ആ സമൂഹത്തോട് ചേർന്നിട്ടില്ല, അവൻ ആ സമൂഹത്തെ കണ്ടിട്ടില്ല, അവൻ ആ സമൂഹത്തെ അനുഭവിച്ചിട്ടില്ല. അങ്ങനെ ഉള്ള ആ സ്നേഹത്തെക്കുറിച്ച്, ആ മനുഷ്യനെക്കുറിച്ച് എന്താണ് അങ്ങേക്ക് പറയാനുള്ളത് എന്ന ഉദ്ദേശത്തിൽ ചോദിച്ചപ്പോൾ ഖാലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൽ മർഉ മഅ മൻ അഹബ്ബ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ഒരു മനുഷ്യൻ ആരെയാണോ സ്നേഹിച്ചത് അവനോട് കൂടെയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഫമാദാല യുഹദ്ദിസുനാ ഹത്താ ദക്കറ ബാബൻ മിനൽ മഗ്രിബി, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങളോട് സംസാരിച്ചു കൊണ്ടിരുന്നു, കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഹത്താ ദക്കറ ബാബൻ മിനൽ മഗ്രിബ്, മഗ്രിബിൽ നിന്നുള്ള പടിഞ്ഞാറ് ഭാഗത്തുള്ള ഒരു ബാബിനെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരാമർശിച്ചു. മസീറത്തു അർളിഹി ഔ യസീറു റാകിബു ഫീ അർളിഹി 40 ഔ 70 ആമൻ, അതിൻ്റെ വിശാലത, അതിൻ്റെ വഴിദൂരം, അല്ലെങ്കിൽ അതിൽ ഒരു യാത്രികന് സഞ്ചരിക്കാൻ കഴിയും 40 ഔ 70 ആമൻ, 40 അല്ലെങ്കിൽ 70 വർഷം സഞ്ചരിക്കാവുന്ന അത്രയും വിശാലതയുള്ള ഒരു ബാബ്. ഖാല സുഫിയാനു അഹദുർ റുവാത്ത്, ഈ ഹദീസിൻ്റെ റാവിമാരിൽപ്പെട്ട സുഫിയാൻ എന്നവർ പറഞ്ഞു, ഖിബല ശ്യാം, അത് ശ്യാമിൻ്റെ ഭാഗത്താണ് ആ കവാടം. ഖലഖഹുല്ലാഹു തആല, അല്ലാഹു തആല ആ ബാബിനെ സൃഷ്ടിച്ചിരിക്കുന്നു. യൗമ ഖലഖസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളെ സൃഷ്ടിച്ച ദിവസം തന്നെ. മഫ്തൂഹൽ ലിത്തൗബ, തൗബക്ക് വേണ്ടി തുറക്കപ്പെട്ടതായ, ലാ യുഗ്ലഖു ഹത്താ തത്ലു അശ്ശംസു മിൻഹു, ആ പടിഞ്ഞാറ് ഭാഗത്ത് നിന്ന് സൂര്യൻ ഉദിക്കുന്നത് വരെ തൗബക്ക് വേണ്ടി തുറക്കപ്പെട്ട ആ വാതിൽ, ആ കവാടം അടക്കപ്പെടുകയില്ല. റവാഹു തുർമിദി വഗൈറുഹു വഖാല ഹദീസുൻ ഹസനുൻ സ്വഹീഹുൻ. അപ്പോൾ ഈ ബാബുമായുള്ള ബന്ധം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഈ തൗബക്ക് വേണ്ടി അല്ലാഹു തആല പ്രത്യേകമായി സംവിധാനിച്ച ഒരു വിശാലമായ പ്രവിശാലമായ ബാബ് ഉണ്ട്. അത് ഖിയാമത്ത് നാളിൻ്റെ അടയാളമായ സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കുന്നത് വരേക്കും അവിടെ തുറക്കപ്പെട്ട് കിടക്കുകയാണ്. അതുകൊണ്ട് തൗബയുടെ വാതിൽ അത്രയും വിശാലമാണ് എന്ന് ഈ ഹദീസ് പഠിപ്പിക്കുന്നു. ഹദീസ് 20. വഅൻ അബി സഈദിൻ സഅദ് ബിൻ മാലിക് ബിൻ സിനാൻ അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു അന്ന നബിയല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, സഅദ് ബിൻ മാലിക് ബിൻ സിനാൻ അൽ ഖുദ്രി റളിയല്ലാഹു അൻഹുവിൽ നിന്നും നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അരുൾ ചെയ്തു,
കാന ഫീമൻ കാന ഖബ്ലക്കും, നിങ്ങളുടെ മുൻഗാമികളിൽ ഉണ്ടായിരുന്നു റജുലുൻ, ഒരു പുരുഷൻ, ഖതല തിസ്അതൻ വതിസ്ഈന നഫ്സൻ, അവൻ 99 ശരീരങ്ങളെ 99 പേരെ അവൻ കൊല ചെയ്തിരിക്കുന്നു. ഫസഅല, അങ്ങനെ 99 പേരെ കൊല ചെയ്യുകയും അവൻ്റെ മനസ്സിൽ ചില മാനസാന്തരങ്ങൾ വരികയും ചെയ്തപ്പോൾ ഫസഅല, അവൻ ചോദിച്ചു, അൻ അഅലമി അഹ്ലിൽ അർള്, അൻ അഅലമി അഹ്ലിൽ അർള്, ഈ ഭൂമിയിൽ ഏറ്റവും വിജ്ഞാനം ഉള്ള ഒരാളെ കുറിച്ച് ചോദിച്ചു. തൗബ ചെയ്യാൻ താല്പര്യപ്പെട്ടുകൊണ്ട് ആ സമയത്ത് ഭൂമിയിൽ ഏറ്റവും വിജ്ഞാനമുള്ള ഒരാളെക്കുറിച്ച് ചോദിച്ചു. ഫദുല്ല അലാ റാഹിബിൻ, അപ്പോൾ അയാൾക്ക് ബനു ഇസ്രായേലിൽപ്പെട്ട ഒരു ആബിദായ ഒരു പുരോഹിതനെ അറിയിക്കപ്പെട്ടു. ഒരു പുരോഹിതനെ സംബന്ധിച്ച് വിവരം ലഭിച്ചു. ആബിദായ പുരോഹിതൻ. ഫഅതാഹു, ആ റാഹിബിൻ്റെ അരികിൽ ചെന്നു. ഫഖാല, എന്നിട്ട് ഈ 99 പേരെ കൊന്ന ഇയാൾ പറഞ്ഞു, ഇന്നഹു ഖതല തിസ്അതൻ വതിസ്ഈന നഫ്സൻ ഫഹൽ ലഹു മിൻ തൗബ, ഒരാൾ 99 പേരെ കൊന്നിട്ടുണ്ട്, ആ ആൾക്ക് തൗബയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഫഖാല, ആ റാഹിബ് പറഞ്ഞു, ലാ, അവന് തൗബയൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ ഫഖതലഹു, ആ റാഹിബിനെയും ഇവൻ കൊന്നു. ഫകമ്മല ബിഹി മിഅ, അങ്ങനെ ഈ റാഹിബിനെ കൂടി കൊന്നപ്പോൾ ഏകദേശം 100 പേരെ പൂർത്തിയാക്കി. 100 പേരെ പൂർത്തിയാക്കി. അങ്ങനെ സുമ്മ സഅല അൻ അഅലമി അഹ്ലിൽ അർളി, പിന്നെ അവൻ ഈ തൗബയുടെ മനസ്സുമായി ഭൂമിയിൽ വെച്ച് ആ കാലത്ത് ഏറ്റവും ഇൽമുള്ള ആളെക്കുറിച്ച് രണ്ടാമതും ചോദിക്കുകയാണ്. അപ്പോൾ ഫദുല്ല അലാ റജുലിൻ ആലിമിൻ, അപ്പോൾ ഒരു ആലിമായ വിവരസ്ഥനായ വിവരം ഉള്ള ഒരാളെക്കുറിച്ച് അറിയിക്കപ്പെട്ടു. ഫഖാല ഇന്നഹു ഖതല, എന്നിട്ട് ആ ആളെടുത്ത് എന്നിട്ട് പറഞ്ഞു, ഇന്നഹു ഖതല മിഅത നഫ്സിൻ ഫഹൽ ലഹു മിൻ തൗബ, 100 ആളെ കൊന്ന ഒരാൾക്ക് തൗബയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഫഖാല, അവിടുന്ന് പറഞ്ഞു, നഅം, തൗബയുണ്ട്. വമൻ യഹൂലു ബൈനഹു വബൈന തൗബ, ആരാണ് തൗബയുടെയും അവൻ്റെ ഇടയിൽ മറയിടാൻ ശ്രമിക്കുന്നത്? അങ്ങനെ ആർക്കും അധികാരമില്ല. അവന് അള്ളാഹുവിലേക്ക് മടങ്ങിയാൽ അവന് തൗബയുണ്ട്. എന്നിട്ട് ആ പണ്ഡിതനായ ആൾ ഈ 100 പേരെ കൊന്ന കുറ്റവാളിയായ ആളോട് പറഞ്ഞു, ഇൻതലിഖ് ഇലാ അർളി കദാ വ കദാ, നീ ഇന്നാലിന്ന നാട്ടിലേക്ക് പോയിക്കോ. ഫ ഇന്ന ബിഹാ ഉനാസൻ, അവിടെ കുറേ മനുഷ്യന്മാരുണ്ട്. യഅ്ബുദൂനല്ലാഹ്, അവർ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യും. അതുകൊണ്ട് ഫഅ്ബുദില്ലാഹ മഅഹും, നീയും അവരോടുകൂടെ ഇബാദത്ത് ചെയ്തോ. വലാ തർജി ഇലാ അർളിക, നീ നിൻ്റെ നാട്ടിലേക്ക് ഇനി പോണ്ട. ഫഇന്നഹാ അർളു സൂഇൻ, അതൊരു മോശപ്പെട്ട നാടാണ്, അതൊരു അസാൻമാർഗികമായ നാടാണ്. അപ്പം ചില നാടുകളും ചില സ്ഥലങ്ങളും മനുഷ്യന്മാരെ നാശാക്കും എന്നതും ശരിയാണ് എന്നതിനു കൂടി തെളിവാണ്. ഏതാളുകളുടെ കൂടെയാണോ ജീവിക്കുന്നത്, സഹവസിക്കുന്നത്, അവർ നമ്മുടെ ജീവിതത്തിൽ സ്വാധീനിക്കും. അങ്ങനെ ഒരു മോശപ്പെട്ട നാടാണ്. അതുകൊണ്ട് നീ ഇന്ന സ്ഥലത്തേക്ക് പോയിക്കോ, അവിടെ കുറേ സ്വാലിഹീങ്ങളായ ആളുകളുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഫന്തലഖ, ആ വ്യക്തി അങ്ങോട്ട് പോയി. ഹത്താ ഇദാ നസഫത് ത്വരീഖ്, വഴിമധ്യേ എത്തിയപ്പോൾ അതാഹുൽ മൗതു, ഈ 100 പേരെ കൊന്ന തൗബ ചെയ്ത മനുഷ്യനെ മരണം പിടികൂടി. ഫഖ്തസമത് ഫീഹി മലായികത്തുർ റഹ്മ വ മലായികത്തുൽ അദാബ്, 100 പേരെ കൊല ചെയ്ത് തൗബ ചെയ്ത് ആത്മാർത്ഥമായി തൗബ ചെയ്ത് ഒരു പണ്ഡിതൻ്റെ ഉപദേശം കേട്ടുകൊണ്ട് നല്ല സ്വാലിഹീങ്ങൾ ജീവിക്കുന്നൊരു നാട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇവനിൽ മരണം സംഭവിച്ചത്. അപ്പോൾ മലായിക്കത്തുർ റഹ്മ, റഹ്മത്തിൻ്റെ മലായിക്കത്തും അതുപോലെ അദാബിൻ്റെ മലായിക്കത്തും തമ്മിൽ പരസ്പരം അവർ തർക്കത്തിലായി. എന്തിനാണ്? ഇവനാരാണ്? ഇവനെ സ്വർഗത്തിലേക്കാണോ കൊണ്ടുപോകേണ്ടത്, അല്ല ഇവനെ നരകത്തിലേക്കാണോ കൊണ്ടുപോകേണ്ടത് എന്ന വിഷയത്തിൽ അവർ ചർച്ച ചെയ്തു. ഫഖാലത്ത് മലായിക്കത്തുർ റഹ്മ, റഹ്മത്തിൻ്റെ മലായിക്കത്ത് പറഞ്ഞു,
ജാഅ തായിബൻ മുഖ്ബിലൻ ബിഖൽബിഹി ഇലല്ലാഹ്, അവൻ തൗബ ചെയ്ത് അള്ളാഹുവിലേക്ക് മനസ്സ് തിരിച്ചുകൊണ്ടാണ് ആ നാട്ടിലേക്ക് പോയിക്കൊണ്ടിരുന്നത്, അത് വന്നുകൊണ്ടിരുന്നത്. അതുകൊണ്ട് അവനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകണം. വഖാലത്ത് മലായിക്കത്തുൽ അദാബ്, ശിക്ഷയുടെ മലായിക്കത്ത് പറഞ്ഞു, ഇന്നഹു ലം യഅമൽ ഖൈറൻ ഖത്തു, അവൻ ഒരു നന്മയും ചെയ്തിട്ടില്ല. ഫതാഹും, അപ്പോൾ അങ്ങനെ അവനെ നരകത്തിലേക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞപ്പോൾ ഫഅതാഹും, അവരിലേക്ക് വന്നു മലക്കുൻ, ഒരു മലക്ക്, ഫീ സൂറത്തി ആദമീൻ, മനുഷ്യൻ്റെ രൂപത്തിൽ ഒരു മലക്ക് വന്നുകൊണ്ട്, ഫജഅലൂഹു ബൈനഹും, ഐ ഹക്കമൻ, അവർക്കിടയിൽ ഒരു നീതിമാനായ ഭരണാധികാരിയെപ്പോലെ വിധികർത്താവായി നിലകൊണ്ടു. ഫഖാല, എന്നിട്ട് ആ മനുഷ്യരൂപത്തിൽ വന്ന മലക്ക് പറഞ്ഞു, ഖീസൂ മാ ബൈനൽ അർളൈൻ, ഈ രണ്ട് ഭൂമികൾക്കിടയിലുള്ള ദൂരം നിങ്ങൾ അളക്കുക. ഫൈല അയ്യത്തിഹാ മാ കാന അദ്നാ ഫഹുവ ലഹു, ഏത് ഭൂമിയിലേക്കാണോ അവൻ അടുത്തത് അവൻ ആ അഹ്ലുകാരനാണ്. നന്മയുടെ റഹ്മത്തിൻ്റെ സ്വാലിഹീങ്ങൾ ജീവിക്കുന്ന ഭൂമിയിലേക്കാണോ അവൻ അടുത്തത് എങ്കിൽ അവൻ സ്വർഗത്തിലേക്കും, അല്ല ദുഷ്കർമ്മികളായ ആളുകൾ ജീവിക്കുന്ന ഭൂമിയിലേക്കാണോ അവൻ അടുത്തത് എങ്കിൽ അവൻ നരകത്തിലേക്കും പോകട്ടെ എന്ന ഒരു വിധി തീർപ്പ് നടത്തിയപ്പോൾ ഫഖാസു, അവർ ആ വഴി ദൂരം അളന്നു. ഫവജദൂഹു അദ്നാ ഇലൽ അർളില്ലത്തി അറാദ്, ആ മനുഷ്യൻ ഉദ്ദേശിച്ച സ്വാലിഹീങ്ങൾ ജീവിക്കുന്ന ആ നാട്ടിലേക്കുള്ള ദൂരമാണ്, അവിടേക്കാണ് അവൻ അടുത്തത്. അപ്പോൾ ഫഖബലത്തുഹു മലായികത്തുർ റഹ്മ, റഹ്മത്തിൻ്റെ അവൻ്റെ റൂഹ് പിടികൂടി. മുത്തഫഖുൻ അലൈഹി വഫീ റിവായത്തിൻ ഫി സ്വഹീഹി, സ്വഹീഹായ മറ്റൊരു റിവായത്തിലുണ്ട്, ഫകാന ഇലൽ ഖറിയത്തി സ്വാലിഹത്തി അഖറബ ബിശിബിരിൻ ഫജുഇല മിൻ അഹ്ലിഹാ, ഒരു ചാൺ കൊണ്ട് മാത്രം സ്വാലിഹീങ്ങൾ താമസിക്കുന്ന ഖറിയയിലേക്കാണ് അവൻ അടുത്തത്. അതുകൊണ്ട് ആ സ്വാലിഹീങ്ങളായ അഹ്ലുകാരിൽ അവനെ ഉൾപ്പെടുത്തപ്പെട്ടു. വഫീ റിവായത്തിൻ ഫി സ്വഹീഹ്, സ്വഹീഹായ മറ്റൊരു റിവായത്തിലുണ്ട്, ഫൗഹല്ലാഹു തആല ഇലാ ഹാദിഹി, അല്ലാഹു തആല വഹി അറിയിച്ചു, ഇലാ ഹാദിഹി, ഇലാ ഹാദിഹി എന്ന് പറഞ്ഞാൽ ഐ അർളി സ്വലാഹി, ഈ സ്വാലിഹീങ്ങൾ ജീവിക്കുന്ന ആ നാട്ടിലേക്ക് വഹി അല്ല, ഒന്നാമത്തേത് ഫൗഹല്ലാഹു തആല ഇലാ ഹാദിഹി, അല്ലാഹു തആല ഈ നാട്ടിലേക്ക് എന്ന് പറഞ്ഞാൽ ഫസാദിൻ്റെ, അർളുൽ ഫസാദിലേക്ക്, തെമ്മാടികൾ ജീവിക്കുന്ന ആ നാട്ടിലേക്ക്, ആ നാടിന്, ആ പ്രദേശത്തിന് അല്ലാഹു തആല വഹി അറിയിച്ചു. അൻ തബാഅദി, ആ നാടൊന്ന് വിദൂരത്താകാൻ. വഇലാ ഹാദിഹി, ഈ സ്വാലിഹീങ്ങൾ താമസിക്കുന്ന നാട്ടിലേക്കോ അൻ തഖറബി, ഇവനോടൊന്ന് അടുത്തു വരാനും. എന്നിട്ട് വഖാല ഖീസൂ മാ ബൈനഹുമാ ഫവജദൂഹു ഇലാ ഹാദിഹി അഖറബ ബിശഇരിൻ ഫഗുഫിറ ലഹു, അങ്ങനെ അളക്കാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ അളന്നപ്പോൾ ഒരു ഷാൻ കൊണ്ട്, ഒരു ചെറിയ ദൂരവ്യത്യാസം കൊണ്ട് അവൻ ഈ സ്വാലിഹീങ്ങൾ താമസിക്കുന്ന നാട്ടിലേക്ക് അവൻ അടുത്തു. ഫഗുഫിറ ലഹു, അവൻ അല്ലാഹു തആല പുറത്തു കൊടുക്കുകയും ചെയ്തു. വസല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈരി ഖൽഖി സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.